ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ദീപ കല്യാണിനെയും കിരണെ വിളിക്കുന്നുണ്ട്. വാ, ദേ മുറ്റത്തൊരാൾ വന്ന് കിടപ്പുണ്ട്, വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ കിരണും കല്യാണി വരുമ്പോഴേക്കും ദീപ പറയുന്നത്, ദേ കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറയാണ്. ഇയാളോ? അതെ, നമ്മൾ ആരിവിടെ വരുമെന്ന് വിചാരിച്ചു, അയാൾ തന്നെയാ വന്നിരിക്കണതെന്ന് പറയാണ്. അപ്പോഴേക്കും കിരൺ, എടോ പ്രകാശ എഴുന്നേക്കടോ എന്ന് പറയാണ്. പ്രകാശൻ പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി ചോദിക്കണ്ടേ, അല്ല നിങ്ങൾ എങ്ങനെയാ ഈ വയ്യാത്ത കാലം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ, അത് മോളെ, ഈ മതിലിന്റെ അപ്പുറത്തെ വശത്ത് ചെറിയൊരു മതിലുണ്ടല്ലോ, അതിന്റെ സൈഡിൽ ഒരു ടയർ വെച്ചിട്ടാ ഞാൻ കയറിയത് എന്ന് പറയാണ്. ആ സമയത്ത് ദീപ പറയുന്നുണ്ട്, മോനെ ഇനി മുതലേ മതിലിലൊക്കെ കുപ്പിച്ചില് വെക്കേണ്ടി വരും, എങ്കിലേ ഇങ്ങനത്തുള്ളവരൊക്കെ കേറാതിരിക്കുള്ളൂ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, അതമ്മ പറഞ്ഞ ശരിയാ എന്ന് പറയുമ്പോ ദീപ പറയണ്ടേ, അല്ലെങ്കിൽ ഒരു നായയെ വളർത്തിയാൽ മതി, അതാകുമ്പോഴേക്കും ഇങ്ങനത്തുള്ളവരൊക്കെ കയറുമ്പോഴേക്കും കുരയ്ക്കെങ്കിലും ചെയ്യാലോ, ആ ശബ്ദം കേട്ടെങ്കിലും നമുക്ക് പുറത്തിറങ്ങി നോക്കാലോ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട, അമ്മേ നായനെ വളർത്തിയെങ്കിലേ അതിനെ അഴിച്ചിട്ട് വേണം വളർത്താനായിട്ട്, ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോഴേക്കും അത് കടിച്ചോളോലോ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട്, നായ കടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ മകളെ കാണണം തോന്നുമ്പോഴേക്ക് ഞാൻ വരും, എനിക്ക് ഇന്നലെ രാത്രി ആയപ്പോഴേക്കും കല്ലുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. മോളെ എനിക്ക് കല്ലുമോനൊന്ന് കാണണമായിരുന്നു. കല്ലുമോനെയോ? നിങ്ങളെ ഒരിക്കലും എൻ്റെ മോനെ കാണരുത്, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ മോനെ കഴുത്തിന് പിടിച്ച് നെരുക്കും. അല്ല, നിങ്ങൾ ജയിലിൽ കിടക്കുന്ന മകനോട് പറഞ്ഞിരുന്നോ കല്ലുമോനെ എന്തിനും ചെയ്തിട്ട് വരാന്ന്? അങ്ങനെ എന്തിനും പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അതായിരിക്കും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും ദീപ പറയുന്നുണ്ട്, അതേ മോളെ, ഇവയാളെ ജയിലിൽ കിടക്കുന്ന മകനോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടേ വന്ന് സന്തോഷ വാർത്ത പറയാന്ന്, അതിനാ ഇയാളിപ്പോ ശ്രമിക്കണത്. അതുമാത്രല്ല, ജയിലിൽ കിടക്കുന്ന മകൻ പറഞ്ഞു കാണുമായിരിക്കും നമ്മുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് അകത്തേക്ക് കയറി പറ്റാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവൻ പരോളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവിടെ വരുമ്പോൾ ഇയാൾക്ക് വാതിൽ തുറന്നു കൊടുക്കാതെ രാത്രി, അതിനെയാണ് അയാൾ ശ്രമിക്കണത് എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശം പറയണ്ടേ, ഇല്ല ഞാൻ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കില്ല, അവൻ ജയിലിൽ കിടന്നോട്ടെ, അവൻ തെറ്റ് ചെയ്തിട്ട് കിടക്കണത്, അവൻ ജയിലിൽ കിടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടോ, താൻ തന്നെയാണോ ഈ പറയണത്, തന്റെ മകൻ എന്ത് രാജകുമാരനാണെന്നോ വീട്ടിലെ വിളക്കാണെന്നോ ഒക്കെ പറഞ്ഞിരുന്നതല്ലേ താൻ എന്ന് പറയുമ്പോൾ, അതെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി കിരൺ മോനെ, വീട്ടിലെ വിളക്കുകൾ ശരിക്കും പെൺപിള്ളേരാണ്, ആൺപിള്ളേരല്ല, ആൺപിള്ളേര് ശാപമാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടോ, എടോ ആദ്യം താൻ ഈ മനസ്സൊന്ന് മാറ്റി, ആൺ പെൺ എന്നൊരു വ്യത്യാസം താൻ ആദ്യം മാറ്റടോ എന്ന് പറയാണ്. കല്യാണി ഇനി മുതൽ കല്ലുമോനെ ശരിക്കും സൂക്ഷിക്കണം എന്ന് പറയാണ്. ഇതുപോലെ തന്നെ ചിലപ്പോ രതീഷിന്റെ വീട്ടിലും പോകും ഇയാൾ എന്ന് പറയുമ്പോൾ, മോനെ ഞാൻ രതീഷിന്റെ വീട്ടിൽ പോയിരുന്നു, മോനെ കണ്ടു, രതീഷിന്റെ മോനെ മിടുക്കന, ഞാനൊരു കളിപ്പാട്ടൊക്കെ കൊടുത്തിരുന്നു, അതങ്ങനത്തത് പറഞ്ഞിരുന്നു, താൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട, രതീഷിനോടും പറയണ്ട വാതിലും ഗേറ്റൊക്കെ ശരിക്കും അടയ്ക്കാനായിട്ട്, താനെ ചിലപ്പോഴേ പിള്ളേരുടെ വരെ കഴുത്തിനെ പിടിക്കും, അങ്ങനത്തെ ജാതിയാ താന് എന്ന് പറയാണ്. മോൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷെ അത് പഴയ പ്രകാശന, ഇപ്പൊ ഒരു പ്രകാശനം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ഇപ്പോഴേ വയ്യാത്ത കാലം കൊണ്ട് ഇയാൾക്ക് നടക്കാനും പറ്റില്ല, അപ്പൊ മരുന്നിന്റെ വില പൈസയൊക്കെ വേണമായിരിക്കും, അതിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട്, എനിക്കിപ്പോ അപ്പോഴേക്കും ദീപ പറയണ്ട, അമ്പലനടയിൽ കൈ നീട്ടുമ്പോ പൈസയൊക്കെ കിട്ടുന്നുണ്ടാവോ എന്ന് പറയുമ്പോ, ദീപേ പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അത് മരുന്ന് മേടിക്കാൻ പോലും തികയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും തികയണില്ല, പിന്നലെ മരുന്ന് മേടിക്കണത്, ഞാനിപ്പോ മരുന്നൊന്നും കഴിക്കാറില്ല ദീപേ, മരുന്ന് കഴിക്കാതെ ഹൃദയം നിന്നിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ മുകളിലേക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്, പക്ഷേ എന്താണ് അതിനു മുമ്പ് എനിക്ക് എൻ്റെ മോളെ കൊച്ചുമകനെയും ഒക്കെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും വരും എന്ന് പറയാണ് പ്രകാശൻ. അങ്ങനെ ഇപ്പൊ എപ്പോഴും നടപ്പ് തന്നെയായിട്ട് പ്രഷർ ഷുഗർ ഒന്നും തന്നെ ഇല്ല ഇപ്പോ എന്ന് പറയുന്നുണ്ട്. മോനെ എനിക്കൊരാഗ്രഹമുണ്ട്, മോന്റെ കമ്പനിയിൽ പാചകക്കാരിയായിട്ട് മോള് വന്നപ്പോഴാണല്ലോ മോനെ കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾ വിവാഹം കഴിച്ചത്, അങ്ങനെയാണല്ലോ ബന്ധം ഉണ്ടായത്, അതുപോലെ മോൻ എന്തെങ്കിലും ഒരു ജോലി മോന്റെ കമ്പനിയിൽ എനിക്ക് തരാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട, കല്യാണി കേട്ടില്ലേ, നമ്മുടെ കമ്പനി നമ്മൾ തന്നെ തകർക്കണ ഒരു ഐഡിയ ആയിട്ട് അയാൾ വന്നിരിക്കണത് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട്, ഇയാളെ അകത്തുനിന്നല്ല എവിടെയും കേട്ടില്ല ഞാൻ എന്ന് പറയുമ്പോഴേക്കും പ്രകാശിനോട് ദീപ പറയണ്ട, കണ്ടില്ലടോ എൻ്റെ മോള് പറഞ്ഞത്, ആര് വിഷമത്തോട് എന്ത് പറഞ്ഞാലും മോൾക്ക് സങ്കടവും വിഷമമാകുന്ന മോളായത്, പക്ഷെ തന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയൊന്നുമില്ല, താൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്റെ മോളെ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഇറങ്ങി പോടോന്ന് പറയുമ്പോൾ, എന്റെ മോളെ കാണാൻ വേണ്ടി ഞാൻ ഇനിയും വരും, എന്റെ മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും എന്ന് പറയുമ്പോൾ ദീപ പഴയ കാര്യം ആലോചിക്കുക കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് കല്യാണിനെ എങ്ങനെ കണ്ടുപോയിക്കണേ, ഈ എരണം കെട്ടവളുടെ മുഖം കണ്ടോട്ടാണല്ലോ ഈശ്വരൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങണമെന്ന് എന്ന് പറയുന്ന പ്രകാശിനെ കുറിച്ച് പെട്ടെന്ന് ദീപ ആലോചിക്കുകയാണ്. എന്നിട്ട് പ്രകാശിന്റെ മുഖത്തോക്കി പറയണ്ടതും, ഞാൻ പഴയ കാര്യം ഒന്ന് ആലോചിച്ചു പോയതാ, അന്ന് മോളുടെ മുഖം കാണുമ്പോൾ ഇയാൾ ദേഷ്യപ്പെടുമായിരുന്നു, എന്റെ മോള് മുഖത്ത് പോലും നോക്കാതെ ഇറങ്ങി ഓടുമായിരുന്നു എപ്പോഴും, ആ പ്രകാശന ഒരു മാറ്റമില്ല, ഇപ്പോഴും ആ പ്രകാശൻ തന്നെയായത് എന്ന് പറയാണ്. കിരൺ പറയണ്ടേ, ഇറങ്ങി പോവാൻ നോക്കണോ ഇവിടെ നിന്ന് പറയാണ്. ശരി മോനെ ഞാനിപ്പോ പോവുകയാണ്, പക്ഷെ നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഇനിയും വരും, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇനിയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോകുക കേട്ടോ. പ്രകാശൻ പോകുന്ന സമയത്ത് സരിയു മുകളിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നു കേട്ടോ. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, സരിയു മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ പോകുന്നത്. അങ്ങനെ പ്രകാശൻ പോയി കഴിയുമ്പോഴേക്കും കല്യാണിയും അതുപോലെ തന്നെ ദീപയും മുകളിൽ നോക്കുമ്പോഴേക്കും സരിയുവിനെ കാണുന്നു കേട്ടോ. ദീപ പറയുന്നുണ്ട്, കണ്ടില്ലേ മോളെ, അവൾ
അവിടെ നിന്ന് ഒരാൾ എല്ലാം പുറത്ത് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്താ, അവള് പറഞ്ഞയച്ചതാ ഇയാളെ, അവളും ഇയാളും അതുപോലെ അവളുടെ അച്ഛനൊക്കെ ഇപ്പൊ ഒറ്റക്കെട്ടാണല്ലോ, അതുകൊണ്ട് അവള് പറഞ്ഞയച്ചായിരിക്കും, അതുകൊണ്ട് അവള് മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് രസിക്കണത് എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ ദീപ. കല്യാണി പറയണ്ടേ, എനിക്കും അങ്ങനെ തന്നെ കിരണേട്ടാ തോന്നുന്നത്, അവളായിരിക്കും എല്ലാത്തിനും കാരണം, നിങ്ങൾ എന്തായാലും അകത്തേക്ക് വാ എന്ന് പറയാണ്. അതിനുശേഷം പ്രകാശൻ ഇങ്ങനെ നടന്നു പോണ സമയത്ത് റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ. സരിയു വേഗം തന്നെ കാർ എടുത്തിട്ട് പ്രകാശിന്റെ പുറകിലേക്ക് പോവാണ്. എടോ പ്രകാശ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സരിയോ, എടോ താൻ വീട്ടിലേക്ക് പോയിട്ട് അവർ തന്നെ അടിച്ച് പുറത്താക്കിയാലേ, താൻ എന്തിനാടോ അങ്ങോട്ടേക്ക് പോണത് എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി തന്റെ സ്വഭാവം എന്താന്ന്. അവരുടെ സ്നേഹത്തോട് കൂടിയിട്ട് അവരുടെ അല്ലാതെ കഴുത്തിനെ പിടിച്ച് കൊല്ലാനല്ലേ തന്റെ ഉദ്ദേശം എന്ന് പറയണം. എങ്കിൽ താൻ എന്റെ കൂടെ നിൽക്കടോ, ഞാനതിനെ സഹായിക്കാം എന്ന് പറയുമ്പോൾ സരി ഞാൻ ആകെ മാറി. മാറി താനും ഞാനും എന്റെ അച്ഛനൊക്കെ മാറുമായിരുന്നു, നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം. കാര്യം നടക്കുന്നത് മനസ്സിലാകുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ സ്വഭാവം പുറത്തേക്ക് എടുക്കും എന്ന് പറയുമ്പോൾ പ്രകാശ് പറയണ്ട സരി ഞാനിപ്പോ അങ്ങനെയല്ല, ഞാൻ ആകെ മാറി. എടോ തന്റെ മോനെ ജയിലിലാക്കിയത് അവളാ, ആ കിരണും കല്യാണിയൊക്കെ എല്ലാത്തിനും പിന്നിലെന്ന് പറയുമ്പോൾ എന്റെ മോൻ ജയിലായിട്ടുണ്ടെങ്കിലേ അതിനെ കാരണം അവൻ തന്നെയാ, അവൻ അവിടെ തന്നെ കിടക്കട്ടെ. എടോ പ്രകാശ താൻ തന്നെയാണ് ഇവിടെ പറയണത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സരി ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ മാറി, അതുപോലെ നീയും മാറണം. മാറാനോ ഒരിക്കലും മാറില്ലടോ, തന്റെ മോളെ തന്റെ മരുമകനെയൊക്കെ കൊല്ലും ഞാൻ എന്ന് പറയുമ്പോൾ സരിയോ നിർത്തിക്കോ, എന്റെ മോളെ മരുമകനെയൊക്കെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയാണ്. നീ അത് നിന്റെ ജീവിതം നന്നാക്കാൻ നോക്ക് സരിയോ, നിന്റെ കൂടെ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലോ മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള, അവന് വേറെ നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഞാനും ഒക്കെ നന്നായാലും ഒരിക്കലും നന്നാവാത്തവനാ നിന്റെ കൂടെ നടക്കണ ആ മനോഹരൻ. അവനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് സരി അവനെ വിട്ടുകളഞ്ഞിട്ട് നീ എങ്ങനെയെങ്കിലൊക്കെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. നീ ചെറിയ പ്രായമാണ്, നിനക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ജീവിക്കാൻ നോക്ക് സരിയോ. എന്നെ മനുവായിട്ട് നിന്നെ പറഞ്ഞാലുണ്ടല്ലോ മോളെ സരി ഞാൻ നിന്റെ അടുത്ത് സമാധാനത്തോടെ അതുപോലത്തെ സ്നേഹത്തോടെ പറയാണ്, അവൻ അടുപ്പിക്കാൻ കൊള്ളാത്തതാണ്, അവൻ വിഷപ്പാമ്പാണ് മോളെ, വിഷപ്പാമ്പ്. അത് നിന്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുന്ന മുമ്പ് നീ എങ്ങനെയും അവനെ വലിച്ചെറിഞ്ഞ് കളാ, എനിക്ക് അത്രമാത്രം സരിയോ നിന്നോട് പറയാനുള്ളൂ എന്ന് പറയാണ്. ശേഷം പ്രകാശൻ അവിടെ നിന്ന് പോവാണ്. പ്രകാശൻ അത് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴേക്കും സരിയോ മനസ്സിൽ ചോദിക്കണം, അയാളുടെ വാലിരിക്കണ കേട്ടു, സമാധാനവും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സരിയോ ദേഷ്യത്തോടു കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ. അങ്ങനെ സരിയോ വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അത് ദീപ കാണുന്നുണ്ട്. മോളെ കല്യാണി ഇങ്ങോട്ട് വന്ന് നോക്കി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ കല്യാണി വന്ന് നോക്കുന്നുണ്ട്. കണ്ടില്ലേ മോളെ, അവളെ ആ പ്രകാശിനെ കാണാൻ പുറകിൽ പോയതായിരിക്കും, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സത്യം തന്നെയാണ് മോളെ, എല്ലാത്തിനും പിന്നിൽ ഇവള് തന്നെയാണെന്ന് പറയുമ്പോൾ എനിക്കത് അപ്പോഴേ തോന്നി അമ്മേ. അവിടുന്ന് ഇവിടുന്ന് പുറത്താക്കിയപ്പോഴേ അയാളെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. അതേ മോളെ, കണ്ടില്ലേ കിരണേട്ടാ, ഞങ്ങൾ പറഞ്ഞതൊക്കെ സംശയമൊക്കെ കറക്റ്റായി, എല്ലാത്തിനും പിന്നിൽ ഇവള് തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അയാൾ അടുപ്പിക്കാൻ നിൽക്കണ്ടേ ഇങ്ങോട്ടേക്ക് എന്ന് പറയാണ്. ശേഷം പ്രകാശൻ നടന്ന് ഒരു കടയുടെ അങ്ങനെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് പ്രകാശൻ ആകെ ദാഹിക്കാട്ടോ. അവിടെ ഇരുന്നിട്ട് പ്രകാശൻ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ ചെറിയൊരു വെള്ളം കുപ്പിയുണ്ട്, പച്ചവെള്ളത്തിന്റെ കുപ്പിയുണ്ട്, അതിൽ നിന്ന് കുറച്ച് പച്ചവെള്ളം എടുത്ത് കുടിക്കുകയാണ്. ശേഷം പ്രകാശൻ പഴയ കാര്യം ആലോചിക്കുകയാണ്. അത് പഴയല്ല, കുറച്ച് നാൾ മുമ്പ് നടന്ന സംഭവം ആലോചിക്കുകയാണ്. വിക്രം പറഞ്ഞ കാര്യം, ഞാനിവിടെ പുറത്തിറങ്ങിയാൽ തന്റെ മക്കളുടെ കഴുത്തിനെ പിടിച്ച് കൊല്ലും ഞാൻ, എന്നിട്ട് ഞാൻ വീണ്ടും ജയിലിലേക്ക് വരും എന്നൊക്കെ വിക്രം പറഞ്ഞ കാര്യം പ്രകാശനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.